ദേ നോക്ക്, നീ കഴിച്ചാലും കഴിച്ചില്ലായാലും ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ എന്തായാലും മദ്രാസ് പോവും. ആവശ്യമില്ലാതെ എന്തിനാ പട്ടിണിയിരിക്കുന്നത്? പ്ലീസ്. ഇപ്പം എന്താ വേണ്ടത്? നിനക്കും എൻ്റെ കൂടെ മദ്രാസിലേക്ക് വരണമെന്നാണോ? ദേ കഴിക്കുന്നു. എന്താ ഇത്? മദ്രാസിലേക്ക് പോരുന്ന്. ഒരു മണ്ണാങ്കട്ടി മനസ്സിലാവുന്നില്ല. ഈ പെണ്ണുങ്ങളുടെ ഭാഷയെ മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് നോക്ക്. മദ്രാസിലേക്ക് ഞാനൊരു പ്രശ്നമുള്ള ജോലിക്കാണ് പോകുന്നത്. എന്ത് വേണേ സംഭവിക്കാം. നിനക്കും കൂടെ വരണമെന്നാണോ? വരണത്രേ. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആരായി പാർട്ടിയുടെ ലീഡർ? മദ്രാസ്, ഡൽഹി, ബോംബെ, കൽക്കട്ട, കാശി, രാമേശ്വരം, സിംഗപ്പൂർ വരെ ഞങ്ങളുടെ ബാൻഡാണ് ബെസ്റ്റ് ബാൻഡ്. ഇവര് 4 പേരും എന്റെ അളിയന്മാർ, ഇത് അവരുടെ സിസ്റ്റർ, ഇതെന്റെ ഭാര്യ. അത് വിടറോ. ആരായി പാർട്ടിയുടെ ലീഡർ? സാറാണ്, അതായത് ഞാനാണ്. മൈ നെയിം ഈസ് വിജയ്. വാട്ട് യു വാണ്ട്? എന്തിനാ അവരടിച്ചേ? ഇങ്ങോട്ട് വാടോ. എന്താ അളിയാ ചേട്ടൻ അടിച്ചത്? എന്തിനാ എല്ലാരും കൂടി അടിക്കുന്നേ? എന്തിനാ ചേട്ടൻ അടിച്ചേ? എന്തിനാ ചേട്ടൻ അടിച്ചേ? നിങ്ങൾ എന്തിനാ അടിക്കുന്ന? ഇങ്ങനെ ഇയാൾ അടിക്കാൻ മാത്രം എന്തുണ്ട്? എനിക്കൊന്നും അറിയില്ല മോളെ. ചെവിക്കകത്തെന്തോ പറയുന്നു, എന്നെ വന്ന് ഇടിക്കുന്നു. എടാ കാര്യം എന്താന്ന് പറഞ്ഞിട്ട് ഇടിക്കടാ. ദേ നോക്ക്, നിങ്ങൾ ചെയ്ത കാര്യത്തിലുണ്ടല്ലോ, നിങ്ങളെ കത്തിച്ചു കൊല്ലണം. സാർ വിഷമിക്കണ്ട സാറേ. സാർ, ഇവനെ കത്തിച്ച ചാവില്ല, ബോംബ് വെച്ച് പൊട്ടിക്കണം. കല്യാണ പെണ്ണിനെ നോക്കി സൈറ്റ് അടിച്ചെങ്കിൽ എത്ര ധൈര്യം ഇരിക്കും? ചെക്കൻ്റെ അടുത്ത് തന്നെ പെണ്ണിരിക്കുമ്പോ പെണ്ണിന് നോക്കി കണ്ണടച്ചല്ലേ? അപ്പൊ പെണ്ണ് തനിച്ചിരിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെ ചെയ്തേനെ? എടാ ഞാൻ കണ്ണടച്ചൊന്നും അല്ലടാ, കണ്ണിന്റെ അകത്ത് പൊടി പോയതാ. ഇങ്ങനെ വെച്ചു മോളെ. ഇങ്ങനെ കാണിച്ച കുഴപ്പമാണോ? ഇപ്പോഴും കണ്ണി പൊടി പോയതാ. അളിയ അണ്ണനെ ചവിട്ടി വെളിയിലാക്ക്. അളിയ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയതാ. നിന്റെ കല്യാണം എന്തായാലും കഴിഞ്ഞല്ലോ. പറഞ്ഞു കിട്ടാൻ ഞാൻ എങ്ങനെ ജീവിക്കാനാടാ? ചേട്ടാ, വലിയേട്ടനൊരു പാവാ. അളിയാ ചേട്ടനോട് ഒരു പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചു വിട്ടേക്ക്. അളിയ നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ പോയി. ആദ്യം ഇയാളെ പുറത്താക്ക്. പുറത്തേക്ക് പോ. ചേട്ടാ ഇത് കേട്ടോ? എടാ നിങ്ങളില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നേ. പൊക്കോളൂ സാർ. ഓട്ടെ അതിവിടെ തന്നിട്ട് പോ. അളിയ കയ്യിലിരുന്ന് ക്ലാർനെറ്റ് വരെ പിടിച്ചു മേടിച്ചല്ലോ. ഇനി ഈ വെറും ഭാഗം ഞാൻ എന്ത് ചെയ്യാനാ? ശരി, വായുള്ള കുട്ടി ജീവിക്കുമെന്നല്ലേ പറയുന്നത്. വെച്ച് എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചോളാം. എടാ കൊള്ള ദേവാ, നിന്റെയൊക്കെ സമയടാ. നിന്നെയൊക്കെ പിന്നെ കണ്ടോ. അയ്യോ ചേട്ടൻ പോയല്ലോ. ചേട്ടൻ പോയി. അതെ ജയ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞു. അന്നു മുതൽ നിന്റെ ചേട്ടന്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്താ സംശയം? കുട്ടികൾ ജനിക്കുമ്പോ ഒന്നുകിൽ അച്ഛനെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ അമ്മയെ പോലെ ആയിരിക്കണം. ഇത് രണ്ടും കേട്ട് ഒരുമാതിരി ജന്മമാണല്ലോ. എന്റെ വീട്ടുകാരെ കുറിച്ച് മോശം പറയരുത്. ഇല്ലെന്നേ, ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചപ്പോ 32 പല്ല് കൊടുത്തു. എന്നാ നിന്റെ ചേട്ടന്റെ വാ തുറന്ന പല്ലൊക്കെ ഒന്ന് കണ്ടാലുണ്ടല്ലോ, എന്തുമാത്രം പല്ല. ഇതൊക്കെ എന്ത്? എന്റെ അച്ഛനുണ്ടല്ലോ ഇതിലും വലിയ പല്ലിന്റെ കാര്യമല്ലേ? നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലോ. നിന്റെ രണ്ടാമത്തെ ചേട്ടനില്ലേ, ചിന്നി. എന്താന്ന്? ചിന്നി. അത് തന്നെ. അവനൊരു ചിറക് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മൂക്കും കണ്ണും കൂടെ കണ്ട ഗരുഡനെ പോലെ ഉണ്ടാവും. ആ മൂക്കും വായൊക്കെ ഒന്ന് കണ്ടാ മതി. പിന്നെ നിന്റെ അടുത്ത ചേട്ടനില്ലേ, മയിൽസ്വാമി. പേരേ ശരിയല്ല, മയിൽസ്വാമി. അവൻ തന്നെ. കുരങ്ങിൽ നിന്നാ മനുഷ്യനുണ്ടായെന്ന് പറയുന്നത്. ഇവൻ മുഴുവൻ മനുഷ്യൻ അവനേക്ക് മുമ്പ് ചാടിപ്പോന്നതാ. ഇവരൊന്നും കുഴപ്പമില്ലെന്നേ. വേറൊരുത്തരുണ്ടല്ലോ, ആ കുള്ളൻ. അതെങ്ങനെ പറയാനാ? അവൻ ജനിച്ച കാര്യമേ അത്ഭുതമാ. എന്തിനെങ്ങനെയൊക്കെ? ഇല്ല, അവരൊക്കെ ഓരോ അവതാരങ്ങളാണെങ്കിലും നീ മാത്രമേ ഭേദമുള്ളൂ. ഭാര്യ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഒരു വരമാണെന്നാ പറയുന്നത്. എന്റെ കാര്യത്തിൽ അത് 100% ശരിയാണ്. ഒരു പെണ്ണ് ഭർത്താവിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങൾ എനിക്ക് തൃപ്തിയായിട്ട് തരുന്നുണ്ട്. എന്റെ ശരീരം കണ്ട് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ചേച്ചേ, ഞാൻ കറക്റ്റായിട്ടാ പറഞ്ഞത്. ഈ സൈസും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഒരാണ് എങ്ങനെ ആണായിട്ടിരിക്കുന്നത്? സംരക്ഷണം ഉണ്ടാവില്ല. അങ്ങനെയാണല്ലേ? എന്നാ ഞാനിപ്പോ വരാം. അളിയാ, സ്വന്തം പെങ്ങളും ഭർത്താവും ഒരുമിച്ച് ബെഡ്റൂമിൽ ഇരിക്കുമ്പോ അവരറിയാതെ അടുത്തു വന്നിരിക്കണോ? വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുവല്ലായിരുന്നു. അതുകൊണ്ടാണ് അകത്തേക്ക് വന്നേ.
ഇത് ഇത്രയല്ലേ ഉള്ളൂ. എന്റെ അച്ഛനും അമ്മയും മതി. Your attention please. Car number DST 5253 Muhammad Dhaka Karaoke. ടാക്സി. നീ മരിച്ചിട്ടില്ലേ? ഇത് നോക്കി. എങ്ങോട്ടാ സാർ പോകേണ്ടത്? ഇവിടെ വലിയ ഹോട്ടൽ ഏതാ ഉള്ളത്? കനിമരം, ഹോളിഡേ ഇൻ, ക്രൗൺ പ്ലാസ, ലേ മെറിഡിയൻ. കന്നിമരം. ഹലോ, ആ റൂം റെഡിയാണ്. ഹലോ സർ, ഗുഡ് Clean ആണ്. മോർണിംഗ്. മോർണിംഗ്. കുറെ നാളായിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ. പുറത്തായിരുന്നു അതാ. ഓ, യു ആർ ലക്കി സർ. നിങ്ങളുടെ ഫേവറേറ്റ് റൂം വേക്കൻ്റ് ആണ്. എൻ്റെ കയ്യിലൊരു പരിക്കുണ്ട്. നിങ്ങൾ എന്നെ ഫില്ല് ചെയ്യാവോ? നിങ്ങളുടെ പേരും അഡ്രസ്സും എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവാണല്ലേ. ഓക്കെ, നിങ്ങൾ സ്റ്റീഫൻ രാജ്, മാർക്കറ്റിംഗ് മാനേജർ, ഓറിയന്റൽ എക്സ്പ്ലോസീവ്സ്, 205 മറൈൻ ഡ്രൈവ്, ബോംബെ. ഫോൺ നമ്പർ പറയട്ടെ, 772255. Am I right? യാ, റൈറ്റ്. സൈൻ മാത്രം ചെയ്താൽ മതി, ബാക്കി ഞാൻ ഫില്ല് ചെയ്തോളാം. ഓക്കെ. എക്സ്ക്യൂസ് മീ, നേരത്തെ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ സേഫ്റ്റി ലോക്കർ ക്ലിയർ ചെയ്തേ പോയത്. ഇപ്പോഴും നിങ്ങളുടെ പേര് തന്നെയാ. അതിന്റെ കീ ഇവിടെയുണ്ട്. അനന്തരാമൻ. മുബാറക് അലി. ഹലോ. യാ, ആ, എനിക്ക് ബോംബെയിലേക്കൊന്ന് കണക്ട് ചെയ്യാവോ? 772255. വെരി അർജൻറ്റ്. താങ്ക് യു. കർത്താവാണ് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് അയച്ചതെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. ഇപ്പോൾ നിങ്ങളുടെ പേര് സ്റ്റീഫൻ രാജാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ 1/3 മാത്രമാണ് ക്രിസ്ത്യൻ, 1/3 മുസ്ലിം, 1/3 ഹിന്ദു. എന്നുവെച്ചാ? ഇത് സ്റ്റീഫൻ രാജ്, ഇത് മുബാറക് അലി, ഇത് അനന്തരാമൻ. നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു നല്ലവനല്ല. പല പല പേരുകൾ വെച്ച് രാജ്യത്തെയും നിയമത്തെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ. ഹലോ. ബോംബെ ഫോൺ നമ്പർ. യാ 77 നിങ്ങൾ തന്ന നമ്പർ ഇപ്പോൾ നിലവിലില്ല. ആ ലൈൻ കട്ട് ചെയ്തിട്ട് 4 മാസമായി. സോറി സർ.